ആദ്യത്തിന് ഞാൻ കുറച്ച് ഏജ് അപ്രോപ്രിയേറ്റ് ടോയ്സ് വാങ്ങിച്ചിരുന്നു കേട്ടോ. ഒരു 12 മന്ത്സ് ആയി കഴിഞ്ഞാൽ ബേബീസ് പിന്നെ മൗത്തിങ് ടോയ്സ് ഒക്കെ യൂസ് ചെയ്യൽ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ അവർ ടോയ്സ് ഒക്കെ ഫിറ്റ് ചെയ്യുക, അങ്ങനത്തെ ചില പരിപാടികളാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. ആദ്യത്താണെന്നുണ്ടെങ്കിൽ മുന്നത്തെ ടോയ്സ് ഒന്നും ഇപ്പോൾ യൂസ് ആക്കുന്നേ ഇല്ല. സോ ഞാൻ അവൾക്ക് പുതിയ ടോയ്സ് വാങ്ങിച്ചു. ഇതാണ് ബോൾ റൺസ്. ഇതൊരു കോസ് ആൻഡ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതായത് വേറെ ഒന്നുമല്ല, ബോൾ ഇതിൽ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അത് അവർ വാച്ച് ചെയ്തിട്ട് അത് ദൂരെ പോയി കഴിഞ്ഞാൽ അവരത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാക്ക് ചെയ്ത് പോകുമല്ലോ. എന്നിട്ട് അവർ തിരിച്ചും പിന്നെയും ഇതിൽ ഡ്രോപ്പ് ചെയ്യും. ആക്ച്വലി ഇതൊരു ഫൈൻ മോട്ടോർ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ, കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ടോയ് ആണ് കേട്ടോ അത്. താത്തുവാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ ആ താപ്പ് നോക്കിയിട്ട് കിച്ചണിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അത് നോക്കാൻ പോയപ്പോൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആൾ നല്ല കളിയിലാണ് കേട്ടോ. മാഷാ അല്ലാഹ്, നല്ല ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്ക്. പിന്നെ ഞാൻ സൈലോഫോൺ വാങ്ങിച്ചിരുന്നു കേട്ടോ. അത് ബാങ്കിങ് മ്യൂസിക്കൽ ടോയ് ആണ്. ഇവർക്ക് ഈ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ കുട്ടി സൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു വരുന്നത്. പിന്നെ ഞാൻ ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് ടൈമിലാണ് കൊടുത്തത്, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയത്. ആൻഡ് ദിസ് ഈസ് ഷേപ്പ് സോർട്ടേഴ്സ്. ഇനീഷ്യലി നമ്മൾ വിചാരിക്കുന്ന പോലെ കറക്റ്റ് ഷേപ്പിന് ഉള്ളിൽ അവർ കൊണ്ടുപോയി ഇടണമെന്നില്ല എന്നല്ല, ഇടില്ല. അവരെന്താ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ അതിലേക്കൊക്കെ ഇടും, എന്നിട്ട് തിരിച്ച് ഡംപ് ചെയ്യും. അങ്ങനത്തെ ഒരു കളിയായിരിക്കും. ആദ്യത്തിന് ഞാൻ ഫസ്റ്റ് കൊടുത്തപ്പോൾ അവൾ അത് തന്നെയാണ് ചെയ്തത് കേട്ടോ. ഒരു 2 to 3 months എടുക്കും ഇവരിത് പ്രോപ്പറായിട്ട് പഠിച്ച് എക്സ്പ്ലോർ ചെയ്ത് അവരുടെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് അവർ പിന്നെ പഠിച്ചെടുക്കും, ലൈക്ക് ഇത് ഇടേണ്ട രീതിയും അല്ലെങ്കിൽ ഏതിലിടണം എന്നുള്ളത്. ഇതാണ് സ്റ്റാക്കിംഗ് കപ്സ്. ഇവളിപ്പോൾ എന്ത് കിട്ടിക്കഴിഞ്ഞാലും സ്റ്റാക്ക് ചെയ്യലാണ് പരിപാടി ആൾക്ക്. അപ്പോൾ ഒന്നിനു മുകളിൽ ഒരു സാധനം സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവൾ സന്തോഷം പ്രകടിപ്പിക്കണം, അവളെ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൈയടിക്കുക ചെയ്യും. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാവും ആൾക്ക്. അത് ഭയങ്കര യൂസ്ഫുൾ ആവും കേട്ടോ. ഞാൻ ലാസ്റ്റ്ലി കുറച്ച് ബീച്ച് ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ മണ്ണിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ പൊളിക്കുന്നില്ല ഞാൻ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം ബീച്ചിൽ പോകുമ്പോൾ ആവാം.